അക്രമത്തിനും ലഹരിക്കുമെതിരായ പോരാട്ടത്തിൽ പങ്കാളികളായി പാലക്കാട് പന്നിയങ്കര ശോഭ അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വ്യവസായിയായ ജീവകാരുണ്യ പ്രവർത്തകനും വ്യവസായിയുമായ PNC മേനോന്റെ നേതൃത്വത്തിലുള്ള ശോഭ അക്കാദമിയിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ദേശീയ നിലവാരത്തിലുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് നൽകി വരുന്നത്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ കേരള യാത്രയിൽ ശോഭ അക്കാദമിയും പങ്കാളികളായി. നാടിനെ എങ്ങനെ വാർത്തെടുക്കാമെന്നതിന്റെ ഉത്തമോദാഹരണമാണ് പാലക്കാട് വടക്കഞ്ചേരി പന്നിയങ്കരിലുള്ള ശോഭ അക്കാദമി. വെൽക്കം. വിമൻ എംപവർമെന്റ്, സോ ഗേൾസ്, യെസ്, അതൊന്ന്. പിന്നെ ഇനിയൊന്ന് വന്ന് ഫ്രീ എഡ്യൂക്കേഷൻ, ചാരിറ്റി, ത്രൂ ചാരിറ്റി, നോട്ട് ഓൺലി ഫ്രീ എഡ്യൂക്കേഷനിലുണ്ട്, ഫീസ് ഒട്ടുമില്ല, ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, പിന്നെ ഓൾഡ് ഏജ് കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്, പിന്നെ എല്ലാം ഫ്രീ. 1500ഓളം കുട്ടികളാണ് രാജ്യാന്തര നിലവാരത്തിൽ ഇവിടെ സൗജന്യ വിദ്യാഭ്യാസം നേടുന്നത്, LKG മുതൽ +2 വരെ. ഒറ്റ വാഗ്ദാനമേ തരാനുള്ളൂ സമൂഹത്തോട്. ഞങ്ങൾ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല, ഉപയോഗിക്കുന്നവരെ സമ്മതിക്കുകയില്ല. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിക്കെതിരെ ഒത്തൊരുമിച്ച് പോരാടാനുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ പ്രഖ്യാപനം. സ്കൂളിലെത്തിയത് മികച്ച അനുഭവമെന്ന് 24 ചീഫ് എഡിറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. നമ്മൾ ഏപ്രിൽ 20-ാം തീയതി, അതായത് ഈ മാസം 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒറ്റ ശബ്ദത്തിൽ ഒരു അലറിയടിക്കുന്ന സാഗരത്തിന്റെ കരുത്തിൽ നമ്മൾ വിളിച്ചു പറയും, ഒരു MDMA-കാരനും ഒരു രാസലഹരിക്കാരനും കേരളത്തിൽ വേണ്ട. അതിൽ നിങ്ങൾ അണിചേരാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു കോഴിക്കോട് കടപ്പുറത്തേക്ക്. ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെയായിരുന്നു യാത്രയുടെ ശോഭ അക്കാദമിയിൽ നിന്നുള്ള മടക്കം. 24 പാലക്കാട്. അങ്ങനെ ചെറുനിലത്തെല്ലാം വലിയ സ്വീകരണമാണ് SKN40ക്ക് ലഭിക്കുന്നതെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരോട് ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. പ്രേക്ഷകരുടെ സപ്പോർട്ട് വളരെ വലുതാണ് ഈ പരിപാടിയിൽ. പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയതാണ്, ഇപ്പോഴത് പാലക്കാടാണ് എത്തി നിൽക്കുന്നത്. ഇനി കാസർഗോഡ് വരെ യാത്രയുണ്ട്. അതിനുശേഷം 20-ാം തീയതി കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് സമാപനം. അപ്പോൾ അതിലേക്കാണ് പ്രേക്ഷകരെല്ലാവരും SKN സ്വാഗതം ചെയ്യുന്നത്.